ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. 30 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ്. എപ്പോഴത്തെയും പോലെ തന്നെയാണ്. ആദ്യം 30 ചോദ്യങ്ങൾ നമ്മൾ വായിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ OMR എടുത്തതിന് ശേഷം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 30 ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഓരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ട് പറയുന്നതാണ്. പറഞ്ഞതിന് ശേഷം എത്രയാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ OMR ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ നമ്മുടെ ബ്രൂസ്ലി PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ടെലഗ്രാമിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഇത് നമ്മുടെ OMRൻ്റെ പ്രിൻ്റ് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്ത് വെച്ചതിന് ശേഷം OMR എക്സാംസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എന്നും ഇതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് OMR എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാംസിലൊക്കെ നല്ല കോൺഫിഡൻസോടെ എഴുതാൻ പറ്റും. പിന്നെ മൈനസ് ഇല്ലാതെ എഴുതാൻ ശ്രദ്ധിക്കുക. ഒരു മാർക്കും വിലപ്പെട്ടതാണ്. സോ എന്ത് ചെയ്യുക, മാക്സിമം മൈനസ് ഇല്ലാണ്ട് എഴുതുക. ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുന്നതായാലും മൈനസ് മാർക്ക് പോയിട്ടുള്ള മാർക്ക് വേണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ എഴുതുക. അറിയാവുന്നുള്ള മാത്രം എഴുതുക. അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് വേണ്ട. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം? രണ്ടാമത്തെ ചോദ്യം: ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയതാര്? മൂന്നാമത്തെ ചോദ്യം: ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? നാല്. റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏവ? കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പ്രചരിപ്പിക്കുക, കലാരൂപങ്ങളെ സംരക്ഷിക്കുക, അന്യം നിന്നു പോകുന്ന കൈത്തൊഴിൽ വിഭാഗങ്ങൾ സംരക്ഷിക്കുക. 4. കൈത്തൊഴിൽ മേഖലയിൽ സഹായങ്ങൾ നൽകി സുസ്ഥിര വരുമാനം ഉറപ്പാക്കുക. അഞ്ച്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സർഗാത്മകമായി സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം പ്രചരിപ്പിക്കാനായി നടപ്പിലാക്കുന്ന പദ്ധതി? 6. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങളുള്ളത് ഏത് സമുദ്രത്തിലാണ്? 7. പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേര്? 8ാമത്തെ ചോദ്യം: ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി? 9. താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം? 10. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു?
11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ. പന്ത്രണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതായിരുന്നു? പതിമൂന്നാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ മേഘാലയ പീഠഭൂമിയുടെ ഭാഗമല്ലാത്തത് ഏത്? പതിനാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 6 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആര്? പതിനഞ്ചാമത്തെ ചോദ്യം, 2000 നിലവിൽ വന്ന IT നിയമം ഭേദഗതി ചെയ്തതെന്ന്? പതിനാറ് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളിലെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച് വിവരാപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ നൽകണം? വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്ന സ്ഥാപനത്തിലെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച വിവരം അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ നൽകണം? പതിനേഴാമത്തെ ചോദ്യം, പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പേത്? പതിനെട്ട് രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എന്ന്? പത്തൊമ്പത് മുംബൈയിലെ വർസോവ ബാന്ദ്ര കടൽപ്പാലം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഇരുപതാമത്തെ ചോദ്യം, കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂൺ സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും വലിപ്പം കൂടുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമം? ഇരുപത്തിയൊന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത്? ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ഒരു ബില്ല് പ്രസിഡന്റ് ഒപ്പിടുകയോ നിരസിക്കുകയോ ചെയ്യാതെ കൈവശം വെച്ച് നിയമമാക്കാതെ തടയുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം? ഇരുപത്തിമൂന്ന് 2025 ജനുവരിയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഇന്ത്യയുടെ അതിർത്തി പ്രദേശം? ഇരുപത്തിനാല്
സമുദ്രാന്തർ ഭാഗങ്ങളിൽ പര്യവേഷണത്തിനായി മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്ക് ഉപയോഗിക്കുന്ന പേടകം ഏത്? ഇരുപത്തിയഞ്ച്. 3 സഹോദരന്മാരുടെ വയസ്സുകൾ 3:4 5:7 എന്ന അംശബന്ധത്തിലാണ്. അവരുടെ ആകെ പ്രായം 90 ആണെങ്കിൽ ഇളയ സഹോദരന്റെ പ്രായം എത്ര? ഇരുപത്തിയാറ്. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യയായി വരുവാൻ സാധ്യതയുള്ളത് ഏത്? ഇരുപത്തിയേഴ്. യു ആർ സ്പാനിഷ്. ഇരുപത്തിയെട്ട്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ്. ഇരുപത്തിയൊൻപത്. നവോത്ഥാനം പിരിച്ചെഴുതുക. മുപ്പത്. ദൃഢം വിപരീത പദം. ഓക്കെ, അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം. ഓപ്ഷൻ എ ആണ് പോർച്ചുഗീസുകാർ. 2, ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയതാര്? ഓപ്ഷൻ ഡി ഹെർമൻ ഗുണ്ടർട്ട്. 3, ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് കാനിങ് പ്രഭു. അതുപോലെ തന്നെ ഇവിടെ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതായിരുന്നു? അത് സംക്ഷേപ വേദാർത്ഥമാണ്. ഓക്കെ, സംക്ഷേപ വേദാർത്ഥമാണ്. അതായത് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് സംക്ഷേപ വേദാർത്ഥമാണ്. അതുപോലെ തന്നെ ഈ സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിച്ച വർഷം കൂടി ചോദിക്കും. പ്രീവിയസ് ആണ് 1772. ഓക്കെ, അപ്പോൾ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. എന്നാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1772 ഓർത്തു വച്ചേക്കുക. 4, റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളേവ? ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. കലാരൂപങ്ങളെ സംരക്ഷിക്കുക, കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം പ്രചരിപ്പിക്കുക, അന്യം നിന്നു പോകുന്ന കലാ കൈത്തൊഴിൽ വിഭാഗങ്ങളെ സംരക്ഷിക്കുക, കലാ കൈത്തൊഴിൽ മേഖലയിൽ സഹായങ്ങൾ നൽകി സുസ്ഥിര വരുമാനം ഉറപ്പാക്കുക. ഇതാണ് റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഓക്കെ, 5ാമത്തെ ചോദ്യമാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ
സർഗാത്മകമായി സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം പ്രചരിപ്പിക്കാനായി നടപ്പിലാക്കുന്ന പദ്ധതി? ഓപ്ഷൻ എ സമം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സർഗാത്മകമായി സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം പ്രചരിപ്പിക്കാനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമം. ആറാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങളുള്ളത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സമുദ്രം ചോദിച്ചു കഴിഞ്ഞാലും അതേതാണ്? പസഫിക് സമുദ്രമാണ്. ഓക്കെ, ഏറ്റവും വലിയ സമുദ്രം, ഏറ്റവും വലിയ സമുദ്രമാണ്. ഓക്കെ, വലിയ സമുദ്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് പസഫിക് സമുദ്രമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിപ്പക്രമത്തിൽ ഇതൊന്ന് ഒരു കോഡായിട്ട് നോക്കാം. ഇങ്ങനെ ഓർത്താൽ മതി, PAISA. പൈസ എന്ന പൈസ എന്ന് നമ്മളിങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ക്രമത്തിൽ തന്നെ നമുക്ക് വലിപ്പം എഴുതാൻ പറ്റും. ഒന്നാമത്തേത് പസഫിക് സമുദ്രം, രണ്ടാമത്തേത് അറ്റ്ലാന്റിക് സമുദ്രം, മൂന്നാമത്തേത് ഇന്ത്യൻ ഓഷ്യൻ, നാലാമത്തേത് ദക്ഷിണ സമുദ്രം, ഏതാണ്? സതേൺ ഓഷ്യൻ. ലാസ്റ്റത്തേതാണ് ആർട്ടിക് സമുദ്രം. അപ്പോൾ ആദ്യത്തേത് പസഫിക് ഓഷ്യൻ, രണ്ടാമത്തേത് അറ്റ്ലാന്റിക് ഓഷ്യൻ, മൂന്നാമത്തേത് ഇന്ത്യൻ മഹാസമുദ്രം, നാലാമത്തേത് സതേൺ ഓഷ്യൻ ദക്ഷിണ മഹാസമുദ്രം, അഞ്ചാമത്തേത് ആർട്ടിക് സമുദ്രം. ഓക്കെ അല്ലേ? ഏഴാമത്തെ ചോദ്യം, പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേരാണ്? ഓപ്ഷൻ ബി, ബ്ലഡി സൺഡേ. ഓക്കെ, ബ്ലഡി സൺഡേ ആണ് ആൻസർ വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രോപ്പോപാസ്. ഒൻപതാമത്തെ ചോദ്യം, താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം? ഓപ്ഷൻ എ ആണ്, പാരാദ്വീപ് തുറമുഖം. ഈ കിഴക്കൻ തീര സമതല മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ ഏതുവരെയാണ്? കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കിഴക്കൻ തീര സമതല ഏത് മുതൽ ഏതുവരെയാണ്? മഹാനദി മുതൽ കന്യാകുമാരി വരെ. ഓക്കെ, കന്യാകുമാരി വരെ കിഴക്കൻ തീര സമതലം എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കിഴക്കൻ തീര സമതലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 1800 കിലോമീറ്റർ. 1800 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കിഴക്കൻ തീര സമതലം എന്താണ്? ഒരു ഉയർത്തപ്പെട്ട തീരമാണ്. SCERTയിൽ അത് അതുപോലെ കൊടുത്തിട്ടുണ്ട്. കിഴക്കൻ തീര സമതലം എന്താണ്? ഉയർത്തപ്പെട്ട തീരം. ഉയർത്തപ്പെട്ട തീരമാണെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഉയർത്തപ്പെട്ട തീരമെന്നും കൂടെ ഓർത്തിരിക്കുക. പത്താമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ഗോപാലകൃഷ്ണ ഗോഖലെ. 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ? ഓപ്ഷൻ ബി ആണ്, അധ്യക്ഷനും 2 അംഗങ്ങളും. ടോട്ടൽ എത്രയാണ്? 3 പേരാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ 3 പേരാണ്, അധ്യക്ഷനും 2 അംഗങ്ങളും. 12 ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതായിരുന്നു? ആൻസർ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. 13ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ മേഘാലയ പീഠഭൂമിയുടെ ഭാഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലൂഷായ് കുന്നുകൾ. മേഘാലയ പീഠഭൂമിയുടെ ഭാഗമല്ലാതെ വരുന്നത് ലൂഷായ് കുന്നുകളാണ്. മേഘാലയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് ഖാരോ, ഗാസി, ജയന്തിയ കുന്നുകൾ. ഏതൊക്കെയാണ്? ഖാരോ, ഗാസി, ജയന്തിയ കുന്നുകൾ. 14ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 6 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതാര്? 6 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതാര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാജ്യസഭാ അംഗം. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം വിട്ടുപോയി. ഈ ലൂഷായ് കുന്നുകൾ അപ്പോൾ എവിടെയായിരിക്കും? അത് മിസോറാം ആണ്. ഓക്കെ, മിസോറാം ആണ്. ലൂഷായ് കുന്നുകൾ എവിടെയാണ്? മിസോറാം. ഓർത്തിരിക്കുക. അപ്പോൾ 6 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രാജ്യസഭാ അംഗങ്ങളെയാണ്. 15ാമത്തെ ചോദ്യം, 2000 നിലവിൽ വന്ന IT നിയമം ഭേദഗതി ചെയ്തത് എന്ന്?
ആൻസർ ഓപ്ഷൻ എ 2009 ഒക്ടോബർ 27. 2000 നിലവിൽ വന്ന IT നിയമം ഭേദഗതി ചെയ്തതെന്ന് 2009 ഒക്ടോബർ 20. 16ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളിലെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച വിവരം അപേക്ഷ ലഭിച്ച എത്ര ദിവസത്തിനുള്ളിൽ നൽകണം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 45 ദിവസം. 17, പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ സി, ഫിഷിംഗ് ആണ്. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പാണ് ഫിഷിംഗ് എന്നറിയപ്പെടുന്നത്. 18ാമത്തെ ചോദ്യം, രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഓപ്ഷൻ ഡി 2025 ഏപ്രിൽ 6. പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2025 ഏപ്രിൽ 6. 19, മുംബൈയിലെ വർസോവ ബാന്ദ്ര കടൽപ്പാലം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ആൻസർ ഓപ്ഷൻ സി, വീർ സവർക്കർ സേതു. മുംബൈയിലെ വർസോവ ബാന്ദ്ര കടൽപ്പാലം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? വീർ സവർക്കർ സേതു. 20, കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂൺ സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും വലിപ്പം കൂടുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമം? ആൻസർ ഓപ്ഷൻ എ, ബോയിൽസ് നിയമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത്? ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. 22, ഒരു ബില്ല് പ്രസിഡന്റ് ഒപ്പിടുകയോ നിരസിക്കുകയോ ചെയ്യാതെ കൈവശം വെച്ച് നിയമമാകാതെ തടയുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം? ഓപ്ഷൻ ബി, പോക്കറ്റ് വീറ്റോ. ഒരു ബില്ല് പ്രസിഡന്റ് ഒപ്പിടുകയോ നിരസിക്കുകയോ ചെയ്യാതെ കൈവശം വെച്ച് നിയമമാക്കാതെ തടയുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് എന്തെന്നറിയപ്പെടുന്നത്? പോക്കറ്റ് വീറ്റോ. 23, 2025 ജനുവരിയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഇന്ത്യയുടെ അതിർത്തി പ്രദേശം? ഓപ്ഷൻ എ, ടിബറ്റ്. 24ാമത്തെ ചോദ്യം, സമുദ്രാന്തർഭാഗങ്ങളിൽ പര്യവേഷണത്തിനായി മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി ഉപയോഗിക്കുന്ന പേടകം ഏത്? ഓപ്ഷൻ സി, മത്സ്യ 6000. സമുദ്രാന്തർഭാഗങ്ങളിൽ പര്യവേഷണത്തിനായി മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്കായി ഉപയോഗിക്കുന്ന പേടകമാണ് മത്സ്യ 6000. 25, 3 സഹോദരന്മാരുടെ വയസ്സുകൾ 3:5:7 എന്ന അംശബന്ധത്തിലാണ്. അവരുടെ ആകെ പ്രായം 90 ആണെങ്കിൽ ഇളയ സഹോദരന്റെ പ്രായം എത്ര? ഡി ആണ് 18 ഉത്തരം. 26, ഒരു സംഖ്യയുടെ 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യയായി വരുവാൻ സാധ്യതയുള്ളത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 5. 27, യു ആർ സ്പാനിഷ്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ്, R/U. ഓക്കെ, R/U ആണ് ആൻസർ ആയിട്ട് വരിക. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ്. ആൻസർ ഓപ്ഷൻ ഡി, ഹീ സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ്. 29, നവോത്ഥാനം പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, നവ പ്ലസ് ഉദ്ധാനം. 30, ദൃഢം വിപരീത പദം. ആൻസർ ഓപ്ഷൻ സി ആണ്, ശിഥിലം. ദൃഢം, ശിഥിലം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 14 മാർക്കാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയത് എത്ര മാർക്കാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തെറ്റിയ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യനും അവയുടെ ആൻസറും കൂടെ ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ പിന്നെ നിങ്ങളത് ഒരിക്കലും മറക്കത്തില്ല. ഈ ഒരു ടെക്നിക്ക് കൂടെ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ എത്തിക്കുക. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടും, ഷുവറാണ്. സോ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. ഒരു ദിവസം പോലും നിർത്തരുത്. സപ്പോസ് എന്തെങ്കിലും നമുക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മോക്ക് ടെസ്റ്റ് എവിടെയെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് ബഹളം ഉണ്ടാക്കാനും മറക്കണ്ട.
അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്